ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് മുന്നേ നമുക്ക് അച്ചാർ ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അച്ചാർ ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് നമ്മുടെ വീടിൻ്റെ നമ്മുടെ ഫ്രണ്ടിൽ നട്ടുന്ന ഗ്രാസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന കുറച്ചൊരു പോർഷനും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തും. അങ്ങനെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നതേ തയ്യാറാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയും അതുപോലെ തന്നെ മാങ്ങ അച്ചാറുമാണ് കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പുളി വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പൊടികളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. പുളിയിഞ്ചിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇന്നതേ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഒരു കുട്ടിപ്പട്ടാളം ഉണ്ട് കേട്ടോ. ഇവർ മാത്രമല്ല, എൻ്റെ ക്യാമറയ്ക്ക് പുറകിൽ വേറെ 2 പേരും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇടയ്ക്ക് പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. നമുക്ക് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് വേണം എനിക്ക് അച്ചാർ ഉണ്ടാക്കാൻ. അപ്പം നിങ്ങൾക്ക് അത് കേൾക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതേ ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണ തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവരെ ഗ്യാസിൻ്റെ അടുത്തിരുത്തിയിരിക്കുന്നത് സൂക്ഷിച്ചിരുത്തിയിരിക്കുന്നതാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നും വരത്തില്ല എന്ന് തോന്നുന്നു. അങ്ങനെ സൈഡിലേക്ക് മാറ്റി ഇരുത്തിയിരിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ, ചൂടടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ഇരുന്നോളൂ. അപ്പോൾ അതെ, ഞാനിനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇടാം. കടുക് ഇടുവാണേ. ഇനി ഇതേ വറ്റൽമുളക് കുറച്ചിടാൻ പോവുകയാണേ. വറ്റൽമുളക് ഇത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴാണ് ഇടുന്നത്. ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ച ഇഞ്ചിയാണ്. അപ്പോൾ അത് ബാക്കി ഇതിനകത്തൂടെ കിടന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനിതേ ഇത് ഇഞ്ചി മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് അമ്മുവിൻ്റെ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അമ്മു പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ ഇന്ന് വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആള് പിള്ളേരെ കൂടെയൊക്കെ കളിച്ചൊക്കെ ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, നല്ലവണ്ണം ഒരുങ്ങിയിട്ടില്ല. അത് കാരണമൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വരെ ഒരു ചെറിയ മടി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു പാട്ട് മാത്രം കേൾക്കാമെന്ന്. അടുത്ത വീഡിയോയിലൂടെ അമ്മുവും വരും കേട്ടോ. അപ്പോൾ അമ്മു പാടാം, പാടിക്കോ. ഞാനപ്പോഴേക്കും ഇത് മൂപ്പിച്ചെടുക്കാം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലിത്തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അമ്മുവിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞ് വരുന്നപ്പോഴേക്കും ദേ ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടോ? കേട്ടോ, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടേ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളിവെള്ളവും കൂടി ഞാൻ ചേർക്കുവാണേ. പുളി ഇതേ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുവാണേ. ഇതേ പുളിവെള്ളവും കൂടി ഒഴിക്കുകയാണ്. ശ്രീകുട്ടു, ശർക്കര വേണോ? വേണോ? അയ്യോ, ഏത് കയ്യിലാണ് മേടിക്കുന്നത്? ചിക്കുന് വേണോ? കുറച്ച്, ഇത്ര മതിയോ? കൈ ഇനി ഞാൻ. അപ്പോൾ ഇതേ ഞാൻ ഇഞ്ചി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിക്കകത്ത് ഇച്ചിരി ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒഴിച്ച് ഇതേ റെഡിയാക്കി. ഇഞ്ചി റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കത് മാറ്റാം. ഇഞ്ചി നല്ല കളറും ഒക്കെ ആയിട്ട് ഇതേ ഇരിക്കുവാണ് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി മാറ്റി വയ്ക്കാം. അടുത്ത ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് പൊടികളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അതൊക്കെ എടുത്ത് വെക്കുന്ന സമയം കൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ഗാർഡൻ ക്ലീൻ ചെയ്ത ആ ഒരു വീഡിയോയുടെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അത് കണ്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കും. ഇത് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. 2 പേര് വന്നിട്ടാണ് ഇത് ക്ലീൻ ചെയ്തത്. നന്നായിട്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഒത്തിരി അങ്ങ് താഴത്തേക്ക് വെച്ച് കട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓണത്തിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ പച്ചപ്പ് ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ മേലിൽ ആ പച്ചയോടുകൂടി നിർത്തിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ചെയ്യുമ്പോൾ നന്നായിട്ട് താഴ്ത്തി കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ നനച്ച് നന്നായി വരുമ്പോഴേക്കും പിന്നെ ആ പച്ചപ്പോടുകൂടി വന്നോളും. ഇന്നിപ്പം ദേ ഇങ്ങനെ മാത്രമാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായി ക്ലീൻ. അടുത്തതേ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടാവാനായിട്ടൊരു പാത്രം കൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് നല്ലെണ്ണയും കൂടി ഒഴിക്കുവാണ്.
ഇനി ഇതേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പോവാണേ. ചിക്കു സൂക്ഷിച്ച് പൊട്ടോ അത്. ബാക്കി അമ്മയോ കിട്ടോ. ഇനി അതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. മൂത്തിട്ട് ആ മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം. അമ്മു പിന്നെയും പാടാൻ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. ഇനി ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും, അമ്മു പാട്ട് പാടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ മാങ്ങാച്ചാറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അമ്മു പാട്ട് പാടും. അപ്പോൾ എൻ്റെ ജോലി നടക്കും, നമുക്ക് ബോറടിക്കാതെ ഈ പണികളെല്ലാം ചെയ്ത് തീർക്കാം. അപ്പോൾ ദേ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അമ്മു പാടിക്കോ അടുത്ത പാട്ട്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നുരയിടുമലയിൽ നമുക്കു തുഴയാനം വിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. അടുത്തത് അമ്മു പാടിക്കഴിഞ്ഞ കേട്ടോ. അപ്പോൾ പാട്ട് നന്നായിരുന്നു കേട്ടോ അമ്മു. ഇനി ഞാൻ ഇതേ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇപ്പോൾ ചേർക്കും. കാരണം മാങ്ങയിൽ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ഉപ്പിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യും. അതിനുശേഷം കായവും കൂടി ചേർത്തതാണ്. ഉലുവയുടെ പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഉലുവ പൊടിയും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ടുണ്ട് കുറച്ച്. അത് കഴിഞ്ഞ് മാങ്ങ ചേർത്തതിന് ശേഷം കായവും കൂടി ചേർക്കും. ഇനി ഞാൻ ദേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊടികളെല്ലാം മൂപ്പിച്ച് അത് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ദേ മാങ്ങ ഇടാൻ പോവുകയാണ് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടേ മാങ്ങ ഇടാവൂ, ഇല്ലെങ്കിൽ മാങ്ങ കുറച്ച് വെന്ത് പോകും കേട്ടോ, എന്നാൽ ടേസ്റ്റ് മാറും. അപ്പം ദേ മാങ്ങ ചേർത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുകൂടി ഇടയ്ക്ക് നോക്കിക്കോളണേ. ഞാനിപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് കൂടി ചേർക്കും. കുറച്ച് കായവും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഞാൻ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കും. ഞാൻ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ബോട്ടിലാക്കി മാറ്റി വയ്ക്കാം. മാങ്ങാച്ചാർ തയ്യാറായി കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയിരുന്നു, ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഇനി എല്ലാം പാകത്തിനുണ്ട്. ഇനി ഒന്ന് തണുത്തതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റിയാൽ മതി. ഞാനിപ്പോൾ ഇഞ്ചി മാങ്ങ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നാരങ്ങ ഞാൻ 2 ദിവസം മുന്നേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ കയ്പ്പൊക്കെ പോകണമെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കണം, നമ്മൾ എടുക്കുന്നതിന് മുന്നേ. അപ്പോൾ അതും ഇപ്പോൾ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി നാരങ്ങ മാങ്ങയൊക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ അമ്മുവിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.